ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തുണിയൊക്കെ ഉണക്കാനുള്ള നല്ല കിടിലൻ ടിപ്സും ഒക്കെ ആയിട്ടാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ, അപ്പൊ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര പാടാണല്ലേ. ഒരു 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുക. അപ്പോൾ അതിനുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കാണിക്കുന്ന ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഉണങ്ങാത്ത സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തുണികളൊക്കെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിലായിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി എടുക്കണം. ഇപ്പൊ ഞാൻ ഇതാ സോൾഡറിംഗ് മെഷീൻ കൊണ്ടാണ് ഹോൾസ് ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടക്കോലൊക്കെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഹോൾസ് ഉണ്ടാക്കി എടുക്കാം. ഇതുപോലെ കുപ്പിയുടെ ഏതെങ്കിലും ഒരു സൈഡില് 2 വരികളായിട്ട് വേണം കേട്ടോ ഹോൾസ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതാ ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 വരികളിലായിട്ട് വേണം കേട്ടോ ഹോൾസ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു കുപ്പിയുടെ ബാക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. ഈ ഒരു സെൻട്രലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള നേരിയ ടൈപ്പ് കയറാണ്. ഇപ്പൊ ഞാൻ എന്താ അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു 20 സെന്റിമീറ്ററോളം നീളമുണ്ട്. ഇനി ഈ ഒരു കയറ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ടും തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. പെട്ടെന്ന് അഴിയാത്ത രീതിയിൽ 2-3 കെട്ടുകൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കയറ് കടത്തിയിട്ട് കെട്ടിയിട്ട് കൊടുക്കണം. ഈ ഒരു ഹോൾസിലോട്ട് കയറ് കടത്താൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ഹോൾസിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ചരടിന്റെ എൻഡ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ കെട്ടിയിടുന്ന പോലെ കെട്ടിയിട്ടാൽ മതി. ഇനി നമുക്ക് ഈ ഒരു കയറൊന്ന് ഉരുക്കി കൊടുക്കാം. പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് എൻഡ് ഭാഗം ഉരുക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ കയറും ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു കുപ്പിയുടെ പുറകിലത്തെ ഹോളിൽ കൂടി ഇതുപോലെ കയറ് കടത്തി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള കയറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ആ ഒരു ചരട് തന്നെ 2ആയിട്ട് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2ആയിട്ട് മടക്കുന്ന ടൈമിൽ അത്യാവശ്യം ബലം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ 2ആയിട്ട് മടക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ കട്ടിയുള്ള കയറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കയറ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മറുവശത്ത് കൂടി ഈ ഒരു കയറ് പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ഒരു കയറ് ഒരേ ലെവലിൽ പിടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് അഴിയാതിരിക്കാൻ ഇതുപോലെ ഒരു കെട്ടുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തൂക്കിയിടാനായിട്ട് നമുക്കൊരു കൊളുത്ത് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കമ്പി ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ വളയൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ കഴുകിയെടുത്ത ഡ്രസ്സൊക്കെ നമ്മൾ ഇതുപോലെ ഹാങ്ങറിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കൊളുത്തി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഓരോ കയറിലോട്ടും ഈ ഒരു രീതിയിൽ കൊളുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഹാങ്ങറിലോട്ട് കൊളുത്തിയിടുകയാണെങ്കിൽ നമ്മുടെ ഫാനുള്ള അകത്ത്, അതായത് നമ്മൾ കിടക്കുന്ന അകത്തൊക്കെ ഈ ഒരു രീതിയിൽ തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്നത്തേക്ക് തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. ഇപ്പൊ വെയിൽ വരികയാണെങ്കിൽ പോലും നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ എടുത്തു കൊണ്ടുപോയിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് തൂക്കിയിടാവുന്നതാണ്. അപ്പൊ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുപ്പികളുടെ അടപ്പാണ്. ഈ ഒരു അടുപ്പിലോട്ട് നമുക്ക് ആദ്യം ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് സോൾഡറിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പപ്പടക്കോല ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് നമ്മുടെ എടുത്തു വെച്ച എല്ലാ അടുപ്പിലോട്ടും ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ അടുപ്പിലും ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഹോളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു പൈപ്പിന്റെ പീസാണ്. ഇതിപ്പോ എന്റെ കയ്യിലൊരു പൈപ്പിന്റെ സ്റ്റീൽ പൈപ്പിന്റെ പീസ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി ഈ ഒരു പൈപ്പിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അടപ്പ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഹോൾസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ ഒരു പൈപ്പിന്റെ വലുപ്പത്തിൽ വേണം ഹോൾസ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ആ പൈപ്പിന് കറക്റ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ വേണം കേട്ടോ ഹോൾസ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അധികം ലൂസ് ആവാൻ പാടില്ല. ഇപ്പൊ ഞാൻ പൈപ്പിലോട്ട് ഈ ഒരു അടപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഓരോ അടപ്പും ഇരിക്കാനായിട്ട്. ഇനി ഞാൻ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള കയറെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഈ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോ രണ്ടാക്കി മടക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള കയറുണ്ടെങ്കിൽ അത് ഒറ്റയൊന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം കട്ടിയുള്ള കയർ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നേരത്തെ നമ്മുടെ കുപ്പിയിൽ ചെയ്തതുപോലെ തന്നെ മറുവശത്ത് നിന്ന് ഇതുപോലെ കയറെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതിയിൽ കറക്റ്റ് ലെവലാക്കി പിടിച്ചതിന് ശേഷം വേണം കേട്ടോ കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇനി കൊളുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് അവസാന ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കൊളുത്ത് ഈ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മുറിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ തൂക്കിയിടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ തുണികൾ ഇതുപോലെ ഹാങ്ങറിലാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ അടപ്പിന്റെ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു അടപ്പ് എന്തിനാ വെച്ചുകൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ തുണികളെല്ലാം വേറിട്ട് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അടപ്പ് നമ്മൾ നടുവിലായിട്ട് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഹാങ്ങറിൽ വെച്ചു കൊടുക്കുന്ന ടൈമിൽ എത്രയൊക്കെ നമ്മൾ ദൂരെ ദൂരെ വെച്ചു കൊടുത്താലും നമ്മുടെ ഫാനൊക്കെ ഇടുന്ന ടൈമിൽ അത് താനെ മൂവ് ചെയ്തിട്ട് എല്ലാം ഒരേ സൈഡിലോട്ട് പോകട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ വേറിട്ട് വേറിട്ട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ ഡ്രസ്സൊക്കെ ഇതുപോലെ കൊളുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഹാങ് ചെയ്തിടാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കിടക്കുന്ന റൂമിലോട്ട് തൂക്കിയിടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഫാൻ ഇടുമല്ലോ, അപ്പോൾ ആ ഒരു ഫാനിന്റെ കാറ്റ് കൊണ്ട് നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഇതുപോലെ തുണികൾ ഒന്നിനോടൊന്നും ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയറിന്റെ മുകളിലും അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിലൊക്കെ ഉണക്കാനിടുന്ന ടൈമിൽ കുറച്ച് തുണികൾ മാത്രമേ നമുക്ക് ഉണക്കിയിടാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം തുണികളൊക്കെ ഇതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ പഴയ പൈപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു അടപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു അടപ്പിലോട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ആ ഒരു അടുപ്പിന് ഫുള്ളായിട്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലുള്ള കയറാണ്. ഇതിൽ 4 കയറ് നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ വേണം കേട്ടോ, അതായത് അത്യാവശ്യം നീളത്തിൽ വേണം. ഇനി നമ്മൾ എടുത്തു വെച്ച ഈ ഒരു നീളമുള്ള കയറ് ഈ ഒരു 4 സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓപ്പോസിറ്റ് വരുന്ന 4 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കയറിന്റെ ഒരു ഭാഗം ഈ ഒരു ഹോളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മറുഭാഗം ഇതുപോലെ അടുത്ത ഹോളിലോട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം താഴോട്ടേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് 4 സൈഡിലും ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുകൾ ഭാഗത്തും ആ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത്, അതായത് ആ ഒരു ഹോളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് നമ്മൾ എടുത്തു വെച്ച ആ ഒരു 4 കയറും ഇതുപോലെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറകുവശത്ത് നിന്ന് ഈ ഒരു രീതിയിൽ ആ ഒരു കയറൊക്കെ നമുക്ക് ഒന്നിച്ചെടുക്കാം. ഒന്നിച്ച് ഇതുപോലെ ലെവലാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച അടപ്പ് ഇതുപോലെ ടേബിളിലോ മറ്റോ വെച്ചിട്ട് ലെവലാക്കിയതിന് ശേഷം വേണം കേട്ടോ കെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത കയറാണ്. ഇതിപ്പോ ഏകദേശം 18 തൊട്ടിട്ട് 20 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കയറ് കടത്തിയിട്ട് കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതിയിൽ അടുത്തടുത്ത 2 ഹോൾസിന്റെ ഉള്ളിൽ കൂടി കയറ് കടത്തിയതിനു ശേഷം പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ ഉരുക്കി കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ കോട്ടന്റെ ഒക്കെ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യം വരില്ല. ഇതുപോലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഹോൾസിലും ഈ ഒരു രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് അടുത്തടുത്ത് വരുന്ന 2 ഹോൾസിൽ ഇതുപോലെ ചരട് കടത്തിയിട്ട് കെട്ടിക്കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഇന്ന ഹോൾസിന്റെ ഉള്ളിൽ കൂടി മാത്രമേ ചരട് കടത്തി കൊടുക്കാവുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് നമുക്ക് അടുത്തടുത്ത് കാണുന്ന ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ചരട് കടത്തിയിട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് ചരടൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു ചരടിന്റെ ഒക്കെ അവസാനത്തായിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇത് റൂമിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കൊളുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ചരട്, ചെറിയ ചരട് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ചരടിലോട്ട് ഇതുപോലെ തുണികൾ ഹാങ്ങറിലിട്ടിട്ട് ഈ ഒരു രീതിയിൽ തൂക്കിയിടാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര തുണികൾ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തൂക്കിയിടാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ തൂക്കിയിടുന്ന ടൈമിൽ കുറെ അധികം തുണികളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ചെറിയൊരു സ്പേസിൽ നമുക്ക് ഒത്തിരി അധികം തുണികളൊക്കെ ഹാങ് ചെയ്തിടാനും പറ്റും. അതേസമയം നമ്മൾ റൂമിന്റെ ഉള്ളിലായിട്ട് അഴയൊക്കെ കെട്ടിയിട്ട് ഉണക്കാനിടുകയാണെങ്കിൽ അത് കാണാനൊരു ഭംഗിക്കുറവ് തന്നെയാണ്, ഒരു വൃത്തികേട് തന്നെയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പേസിൽ അതങ്ങനെ ഒതുങ്ങിയിരുന്നോളും, പെട്ടെന്ന് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു മഴക്കാലത്ത് എങ്ങാനും വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോയി വെയിലത്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ മഴയൊക്കെ വരുന്ന ടൈമിൽ പെട്ടെന്ന് എടുത്ത് ഓടുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ തുണികളൊക്കെ ഉണക്കാനായിട്ട് ഈ ഒരു ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ഒരു ചാനലും ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.